സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. ഒറ്റപ്പാലം നാട്യഗേഹം കലാ സാംസ്കാരിക സംഘടനയുടെ 19ാം വാർഷികാഘോഷങ്ങൾ മായന്നൂരിൽ പ്രൗഢഗംഭീരമായി നടന്നു. ഒറ്റപ്പാലം നാട്യഗേഹം കലാ സാംസ്കാരിക സംഘടനയുടെ 19ാം വാർഷികാഘോഷ പരിപാടികൾ മായന്നൂർ KSRMS ഗ്രാമീണ വായനശാലയുടെ സഹകരണത്തോടെ പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചു. പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. പിന്നെ സദനം ഹരികുമാർ എന്ന് വിളിക്കുന്ന കഥകളിലാണ് എൻ്റെ പ്രിയ സഹോദരൻ. അദ്ദേഹം കഥകളി വേഷത്തിൽ മാത്രമല്ല, പുതിയ പുതിയ ആട്ടക്കഥകൾ രചിച്ച് ഇന്നും കഥകളി ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു നടനാണ്. അതുപോലെ അധികം നേരിട്ട് പരിചയമില്ല എങ്കിലും സിനിമാ ലോകം അത് മറ്റൊരു ലോകമാണ്. കഥകളിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വ്യത്യസ്തമായ ഒരു മേഖലയാണ് സിനിമ. അതിൽ ഒരു സംവിധായകൻ എന്ന് പറയുമ്പോൾ നല്ല നല്ല ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് കാഴ്ചവെച്ചിട്ടുള്ള ശ്രീ ലാൽജി. മറ്റുള്ളവരെ അധികം പറയുന്നില്ല സാധിക്കില്ല. അറിയാത്തത് പറയാൻ പുറപ്പെട്ടാൽ ഇത് ഞാൻ എന്നെ തന്നെ വിളിക്കാറുണ്ട് ഒരു സമ്പ്രദായം. അതുകൊണ്ട് അതിലൊന്നും സ്പർശിക്കുന്നില്ല. വായനശാല പ്രസിഡന്റ് G. വസന്തകുമാരി ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സദനം കഥകളി അക്കാദമി സെക്രട്ടറി ഡോക്ടർ സദനം ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നാട്യാചാര്യ കലാമണ്ഡലം അല്ലിറാണി ടീച്ചർ, കൃഷ്ണൻ കാളിയത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചുമരുകൾക്ക് മുൻപിൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ മനുഷ്യ മനസ്സുകളുടെ ആന്തരികമായുള്ള മനസ്സിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വിരാജിക്കുന്ന ആത്മാവിൻ്റെ സ്വരൂപമാണ് ശ്രീകോവിലിൻ്റെ ഉള്ളിലുള്ളത്. ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിലുള്ള ജീവസ്ഥിനെ കാണാനാണ് നമ്മൾ വരുന്നത്. അല്ലാതെ ശ്രീകോവിലിൻ്റെ പുറത്തുള്ള ചിത്രങ്ങൾ കാണാനല്ല. പക്ഷെ അതും മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്, അതും മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ചിത്രങ്ങൾ ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്തും അല്ലെങ്കിൽ ചുമരുകൾക്ക് മുൻപിലും വരച്ചു വെച്ചിട്ടുള്ളത്. മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകൻ ലാൽ ജോസ് വിശിഷ്ട അതിഥിയായി ചടങ്ങിന് മാറ്റുകൂട്ടി. അഡ്വക്കേറ്റ് KR കൃഷ്ണകുമാർ, ഗാന പ്രവീൺ, KM പ്രകാശ് കുമാർ മാസ്റ്റർ, വായനശാല സെക്രട്ടറി V. ബിന്ദു ടീച്ചർ, സംഘാടക സമിതി സെക്രട്ടറി പ്രദീപ് കൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രമുഖർ പങ്കെടുത്ത സാംസ്കാരിക സംഗമത്തിന് ശേഷം മേജർ സെറ്റ് കഥകളി സംഘം അവതരിപ്പിച്ച കർണശപഥം, ദുര്യോധനവധം കഥകളികളും അരങ്ങേറി. കലാരംഗത്തെ നിരവധി വ്യക്തിത്വങ്ങളും പ്രദേശവാസികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് CCV.